എൻ്റെ ഒരു പേഷ്യന്റ് എനിക്ക് തോന്നുന്നു ഏകദേശം 9-10 വയസ്സായിരുന്നു. 2017 ഞാൻ PVS ആദ്യം ജോയിൻ ചെയ്തപ്പം കണ്ട ഒരു കുട്ടി. ആ കുട്ടിക്ക് എന്തോ ഒരു വെയിറ്റ് കൂടാൻ വേണ്ടിയോ എന്തിനോ വേണ്ടി അവർ ഈ അശ്വഗന്ധാദി ലേഹ്യം കൊടുത്തു, അശ്വഗന്ധയുടെ. അത് കൊടുത്തു കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മഞ്ഞപ്പിത്തം തുടങ്ങി. ആ മഞ്ഞപ്പിത്തത്തിന്റെ കൂടെ ഭയങ്കര ചൊറിച്ചില്. ചില മഞ്ഞപ്പിത്തത്തിന്റെ കൂടെ ഈ ജോണ്ടിസിന്റെ കൂടെ ചൊറിച്ചിൽ വരും. അതിനാണ് നമ്മൾ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതായത് ലിവർ കോശങ്ങളെ മാത്രമല്ല ഡാമേജ് വരുന്നത്, ലിവറിലുള്ള ഈ ബൈൽ കോശങ്ങളിലും പിത്തനാടുകളിലൊക്കെ ഡാമേജ് വരും ഈ പച്ചമരുന്ന് കാരണം. അപ്പൊ അശ്വഗന്ധ അതിന്റെ ഒരു വലിയ സംഭവമാണ്. അശ്വഗന്ധയിൽ വരുന്ന ഒരു പ്രത്യേകതരം ലിവർ ഡാമേജ് ആണ് ഈ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ്. ആ ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചൊറിച്ചിലൊന്നും അല്ല. നമ്മൾ എത്രമാത്രം അലർജിയുടെ മരുന്ന് കഴിച്ചാലും എത്ര ചൊറിഞ്ഞാലും നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അത്രയ്ക്ക് സിവിയർ ഇച്ചിങ് ആണത്. ഈ കുട്ടിയില് അവരെത്ര മരുന്ന് കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഈ ഇച്ചിങ് എന്ത് ചെയ്താൽ കുറയുന്നില്ല. ഒരു ലെവലായപ്പം കുട്ടി തന്നെ പറയാണ് എന്നെ അങ്ങ് കൊന്നേക്കാൻ. അതായത് നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് വരും ഭയങ്കരമായിട്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുമ്പോൾ. അപ്പൊ ഈ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസിൽ ഈ ചൊറിച്ചിൽ വരുന്ന തരത്തിലുള്ള ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വരുമ്പം ആൾക്കാർക്ക് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വരും. അവർക്ക് എവിടുന്നേലും എടുത്ത് ചാടണം, മരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരും. ഈ ചെറിയ കുട്ടിക്ക് അങ്ങനത്തെ ചിന്ത വന്നു തുടങ്ങി. നമ്മൾ എന്ത് ചെയ്തു? പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്തു. പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ ചൊറിച്ചിലുണ്ടാക്കുന്നത് ബൈൽ ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഈ ലിവറിൽ ഡാമേജ് വരുമ്പോൾ ബൈൽ ആസിഡിന്റെ അംശം ബ്ലഡിൽ കൂടും. അത് കാരണമാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. അപ്പൊ നമ്മൾ പ്ലാസ്മ തെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് ബൈൽ ആസിഡ് കുറയുന്നതനുസരിച്ച് ചൊറിച്ചിലും കുറയും. അപ്പൊ അത് പലതവണ 8-10 സെഷൻസ് ചെയ്തിട്ട് നമ്മൾ ബൈൽ ആസിഡ് കുറച്ച് ആ കുട്ടിയുടെ ചൊറിച്ചിൽ കംപ്ലീറ്റ്ലി മാറ്റി, മഞ്ഞപ്പിത്തം മാറ്റി, പിന്നെ വിട്ടു ആളെ.